നമ്മുടെ കുട്ടികളിൽ ഓട്ടിസം ഉണ്ടോ എന്ന് അറിയാനായിട്ട് അവരൊന്ന് കീൻ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 15 സെക്കൻഡിനുള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. എപ്പോഴും ഡോർ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരാണോ കുട്ടികളെന്ന് നോക്കാം. അതുപോലെ തന്നെ അപ്സൈഡ് ഡൗൺ ആയിട്ട് നിൽക്കുന്നവരാണോ എന്ന് നോക്കാം. തലകുത്തി നിൽക്കുക എന്ന് പറയില്ലേ, അതുപോലെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം, എപ്പോഴും ജമ്പിങ് ആൻഡ് ബൗൺസിങ് ചെയ്യുന്നവരാണോ എന്നൊന്ന് ശ്രദ്ധിക്കാം. നാലാമത്തെ കാര്യം, എന്ത് മേലും വലിഞ്ഞു കയറുകയും താഴെ വീഴോ മുറിയോ ഒടിയോ എന്നുള്ള ഒരു പേടിയും ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നവരാണോ എന്ന് നോക്കാം. അതുപോലെ തന്നെ ഹെഡ് എപ്പോഴും ഷെയ്ക്ക് ചെയ്തിരിക്കുന്നവരാണോ. അതുപോലെ തന്നെ കൈകളിൽ മാത്രം ശ്രദ്ധിച്ച് വിരലുകളുടെ പോസ്ചർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. അതുപോലെ എന്ത് കിട്ടിയാലും കടിക്കുന്നുണ്ടോ, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അത് പുറത്തേക്ക് എറിയുന്നുണ്ടോ എന്ന് നോക്കാം. കയ്യിൽ എന്ത് കിട്ടിയാലും ഇങ്ങനെ തിരിപ്പിടിച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സ്പിന്നിങ് സ്വഭാവമുള്ളവരാണോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഈ സ്വഭാവങ്ങൾ 15 സെക്കൻഡ്സിനുള്ളിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ ഇതിൽ പ്രകടമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും.